ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയുമായിട്ടാണ്. ക്യാരറ്റും ഓറഞ്ചും വെച്ചിട്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ് ഈ ജ്യൂസ്. ഇത് സ്ഥിരമായി കുടിക്കുന്നത് കാരണം ചർമ്മത്തിന് നല്ല നിറം കൂട്ടാനും നല്ല ഉന്മേഷം ഉണ്ടാക്കാനും സഹായിക്കുന്നു. കൂടാതെ ഇത് പ്രഗ്നൻസി ടൈമിൽ കുടിക്കുന്നത് മൂലം കുട്ടിക്ക് നല്ല നിറവും സൗന്ദര്യവും ഉണ്ടാകും. ഗർഭിണികൾ ഇത് കുടിക്കുമ്പോൾ പഞ്ചസാര ചേർക്കാതെ കുടിക്കണം കേട്ടോ. പിന്നെ അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ ഓറഞ്ച് ഒഴിവാക്കി ക്യാരറ്റ് മാത്രം ജ്യൂസ് അടിച്ച് കുടിച്ചാൽ മതി. കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ക്യാരറ്റ്, 2 ഓറഞ്ചാണ്. ആദ്യം നമുക്ക് ക്യാരറ്റ് പീൽ ചെയ്തെടുക്കാം. അപ്പോഴിത് ക്യാരറ്റ് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നാൽ ഇത് നന്നായി അരിഞ്ഞ് കിട്ടുള്ളൂ. കട്ട് ചെയ്ത ക്യാരറ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഓറഞ്ച് തൊലി കളഞ്ഞ് വെക്കാം. ഈ ഓറഞ്ച് കുരുവില്ലാത്ത ഓറഞ്ചാണ്. കുരുവുള്ള ഓറഞ്ച് ആണെങ്കിൽ കുരുവെല്ലാം കളഞ്ഞെടുക്കണം, ഇല്ലെങ്കിൽ ജ്യൂസ് നല്ല കയ്പുണ്ടാകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓറഞ്ചും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ഒരു ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ക്യാരറ്റ് അരിഞ്ഞു കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, എന്നിട്ട് അരച്ച് നോക്കാം. അത് അരിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെള്ളം അധികം ആവാതെ നോക്കണം. വെള്ളം അധികം ആയാൽ ജ്യൂസിന്റെ ഗുണം നഷ്ടപ്പെടും. അപ്പോൾ ഇതാ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റെയിനിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കാം.
തരികളൊന്നും ഇല്ലാതെ തന്നെ നന്നായി അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റിന് ഇത്രയും ജ്യൂസ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഓറഞ്ച് ഇട്ട് കൊടുക്കാം. ഇത് കുരുവില്ലാത്ത ഓറഞ്ചാണ്. ഓറഞ്ചിൽ കുരു ഉണ്ടെങ്കിൽ കളഞ്ഞു മാത്രമേ ജ്യൂസ് അടിക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തത്. ഓറഞ്ച് അരയാൻ വേണ്ടി കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തുള്ളൂ. ഇനി ഇത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഓറഞ്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസ് അടിക്കുമ്പോൾ കുറെ ടൈം ഇട്ട് അടിക്കരുത്. അങ്ങനെ അടിച്ചാൽ ജ്യൂസ് കയ്പ്പ് വരും. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നേരത്തെ ആക്കി വെച്ച് ക്യാരറ്റ് ജ്യൂസിൻ്റെ അതേ ബൗളിലേക്ക് തന്നെ ഓറഞ്ച് ജ്യൂസും അരിച്ചു കൊടുക്കാം. ഇനി എല്ലാം നന്നായി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മധുരം വേണമെങ്കിൽ തേനോ പഞ്ചസാരയോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ക്യാരറ്റ് ജ്യൂസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 4 ചെറിയ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. ഇനി അടിച്ചെടുത്ത പഞ്ചസാര ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ദിവസവും കുടിക്കുന്നതിലൂടെ ചർമ്മത്തിന് നല്ല തിളക്കവും കളറും കിട്ടുന്നതാണ്. ധാരാളം വിറ്റാമിനുകളും പ്രോട്ടീനുകളും അടങ്ങിയതാണല്ലോ ക്യാരറ്റും ഓറഞ്ചും. കൂടാതെ മെമ്മറി മെച്ചപ്പെടുത്താനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇത് നല്ല അടിപൊളി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.